ഹലോ, നമുക്കൊന്ന് വയനാട്ടിലേക്ക് പോയാലോ? ഞങ്ങൾ പോവുകയാണ്. തൃശ്ശൂരിൽ നിന്ന് നാഷണൽ ഹൈവേ 766 വഴി കൽപ്പറ്റയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഏകദേശം 168 കിലോമീറ്റർ ദൂരമുണ്ട്. സാധാരണയായി അടിവാരം താമരശ്ശേരി ചുരം വഴി ഏകദേശം 4 മണിക്കൂർ 30 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ കൽപ്പറ്റയിലെത്തണം. ഞങ്ങളെന്നാൽ ഏതാണ്ട് 5 മണിക്കൂറോളം എടുത്തു. അടിവാരം മുതൽ കൽപ്പറ്റ ടൗൺ വരെയുള്ള യാത്രയാണ് 10 മിനിറ്റിൽ താഴെയുള്ള ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ യാത്രയ്ക്ക് ഏകദേശം 1 മണിക്കൂർ 15 മിനിറ്റ് എടുത്തു. താമരശ്ശേരി ചുരം വഴി അടിവാരം മുതൽ കൽപ്പറ്റ വരെ ഏകദേശം 26 കിലോമീറ്റർ ദൂരമുണ്ട്. ഗതാഗത കുരുക്ക് ഇല്ലെങ്കിൽ കുറഞ്ഞത് 35 മിനിറ്റെങ്കിലും എടുക്കും. എന്നാൽ ചുരം വഴിയുള്ള കടുത്ത ഗതാഗത കുരുക്കിൽ ഇത് 4 മണിക്കൂറോ അതിൽ കൂടുതലോ ആകാം. പശ്ചിമഘട്ടത്തിന് കുറുകെയുള്ള ഇന്ത്യയിലെ കേരളത്തിലെ ഒരു മലമ്പാതയാണ് താമരശ്ശേരി ചുരം. ചുരം എന്നാൽ മലമ്പാത എന്നതിൻ്റെ മലയാള പദമാണ്. ചുരത്തിന് അടിവാരം മുതൽ ലക്കിടി വ്യൂ പോയിന്റ് വരെ ഏകദേശം 14 കിലോമീറ്റർ നീളമുണ്ട്. ചുരത്തിന് 9 ഹെയർപിൻ വളവുകളുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഇന്ത്യൻ നാഷണൽ ഹൈവേ 766-ൽ സമുദ്രനിരപ്പിൽ നിന്ന് 800 മീറ്റർ ഉയരത്തിലാണ് ഈ ചുരം സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് വയനാട്ടിലേക്കുള്ള വഴി ചില ഗോത്രവർഗ്ഗക്കാർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ എന്ന് പറയപ്പെടുന്നു. ബ്രിട്ടീഷുകാർ വയനാട്ടിൽ നിന്ന് കുറ്റിയാടി വഴി കോഴിക്കോട്ടെ ബേപ്പൂർ തുറമുഖത്തേക്ക് സുഗന്ധ വ്യഞ്ജനങ്ങൾ എത്തിച്ചിരുന്നു. കൊല്ലവർഷം 1700-നും 1750-നും ഇടയിൽ ദൂരം കുറയ്ക്കാൻ കഴിയുന്ന ഒരു പുതിയ വഴിക്കായി ബ്രിട്ടീഷുകാർ തിരഞ്ഞു. ഏറ്റവും ചെറിയ വഴി കണ്ടെത്താൻ ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ കരിന്തണ്ടൻ എന്നറിയപ്പെടുന്ന ഒരു പ്രാദേശിക ഗോത്രക്കാരൻ്റെ സഹായം തേടി. എഞ്ചിനീയർ വഴി കണ്ടെത്തിയപ്പോൾ അത് കണ്ടെത്തിയതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ആ നിരപരാധിയെ കൊന്നു. വർഷങ്ങൾക്ക് ശേഷം കരിന്തണ്ടൻ്റെ പ്രേതം വഴിയാത്രക്കാരെ വിഷമിപ്പിക്കാൻ തുടങ്ങി. ആ പ്രദേശത്തെ ആളുകൾ പ്രേതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കാനായി ഒരു പുരോഹിതനോട് ആവശ്യപ്പെട്ടു. പുരോഹിതൻ ഒരു മന്ത്രവാദം നടത്തുകയും പിടികൂടിയ ആത്മാവിനെ ഒരു ചങ്ങല ഉപയോഗിച്ച് മരത്തിൽ ബന്ധിക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടായി മാറിയ ലക്കിടിയിലെ ഹൈവേക്ക് സമീപം ചങ്ങലയുള്ള ഈ മരം ഇപ്പോഴും കാണാം. കാലക്രമേണ മരം സ്വാഭാവികമായും ഉയരത്തിൽ വളർന്നു. പക്ഷേ അവിശ്വസനീയമാം വിധം മരത്തിനൊപ്പം ചങ്ങലയും ഉയരത്തിൽ വളർന്നു. മരവും ചങ്ങലയും വളർന്നുകൊണ്ടേയിരിക്കുന്നു. നിർഭാഗ്യവശാൽ ഈ പ്രതിഭാസത്തിന് ഒരു വിശദീകരണവുമില്ല. ലക്കിടി വ്യൂ പോയിന്റിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് ഈ ദുരൂഹമായ ചങ്ങലമരം. പ്രകൃതി ദൃശ്യങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, അണക്കെട്ടുകൾ, കാപ്പിത്തോട്ടങ്ങൾ, മനോഹരമായ കുന്നിൻ മുകളിലെ കാഴ്ചകൾ, വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങൾ എന്നിവയുടെ സവിശേഷമായ സമന്വയം പ്രദാനം ചെയ്യുന്ന ഈ പ്രദേശം ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഈ മലനിരകൾ കോഴിക്കോട്, വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്നു. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ പടിഞ്ഞാറൻ തീരത്തിന് സമാന്തരമായി കിടക്കുന്ന പശ്ചിമഘട്ടത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
അങ്ങനെ നമ്മൾ വയനാട് ജില്ലയിലെത്തി. കേരളത്തിലെ വയനാട് ജില്ലയിലെ ഒരു പ്രധാന നഗരവും പട്ടണവും മുനിസിപ്പാലിറ്റിയുമാണ് കൽപ്പറ്റ. തിരക്കേറിയ ഒരു നഗരമാണിത്. ഇടതൂർന്ന കാപ്പി, തേയിലത്തോട്ടങ്ങൾ, പർവ്വതങ്ങൾ എന്നിവയാൽ ചുറ്റപ്പെട്ട നഗരമാണിത്. കോഴിക്കോട് മൈസൂർ ദേശീയപാത NH 766 സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 780 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് നിന്ന് 72 കിലോമീറ്ററും മൈസൂരിൽ നിന്ന് 140 കിലോമീറ്ററും അകലെയാണ് കൽപ്പറ്റ. ജില്ലയ്ക്കുള്ളിലെ കേന്ദ്രസ്ഥാനവും ഏറ്റവുമധികം ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സാമീപ്യവും കാരണം വയനാട്ടിലെ ടൂറിസം പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രം കൂടിയാണ് കൽപ്പറ്റ. കൽപ്പറ്റ നഗരത്തിനകത്തും പരിസരത്തും ധാരാളം ഹോട്ടലുകളും റിസോർട്ടുകളും ഹോം സ്റ്റേകളുമുണ്ട്. കർണാടകയിൽ നിന്ന് കുടിയേറിയ ആദ്യകാല ജൈന നിവാസികളാണ് ഈ സ്ഥലത്തിന് കൽപ്പറ്റ എന്ന പേരിട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കന്നഡയിൽ കൽ, പേട്ട എന്നീ പദങ്ങളുടെ അർത്ഥം കല്ലുകളുടെ നിക്ഷേപം എന്നാണ്. ചെറുതും വലുതുമായ പാറകൾ കൽപ്പറ്റയുടെ ഭൂപ്രകൃതിയിലുടനീളം കാണപ്പെടുന്നു. അങ്ങനെയാണ് ഈ പേര് ലഭിച്ചത്.